യെസ്, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ബംഗളൂരുവിൽ ആത്മഹത്യ ചെയ്ത കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ CJ റോയിയുടെ ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ച് SITയുടെ അന്വേഷണം നടക്കുകയാണ്. റോയ് ഒന്നിലധികം ഇന്റർനെറ്റ് കോളുകൾ നടത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ആരെയാണ് അദ്ദേഹം ബന്ധപ്പെട്ടതെന്ന് വ്യക്തമാവുന്നില്ല. ദുബായിലെ ഇടപാടുകൾ സംബന്ധിച്ചും SIT അന്വേഷിക്കുന്നുണ്ട്. റോയ് ഉപയോഗിച്ചിരുന്ന ഡിജിറ്റൽ ഉപകരണങ്ങളും പ്രധാനപ്പെട്ട ബിസിനസ് രേഖകളും ദുബായിലായതിനാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ഹാജരാക്കാൻ കുടുംബത്തോടത് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. എന്താണ് CJ റോയിയുടെ മരണകാരണം? ഈ അന്വേഷണത്തിലേക്കാണ് SIT കടക്കുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചത്? അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ ചില സുപ്രധാന വിവരങ്ങളുണ്ട്. ഇതിനപ്പുറം അദ്ദേഹം വന്നുപോയ വഴികളിലൊക്കെയുള്ള ദുരൂഹതകൾ അന്വേഷിക്കുന്നു SIT എന്നതാണ്. അതായത് കർണാടക പോലീസ് ഒരു സ്പെഷ്യൽ ടീമിനെ രൂപീകരിച്ചിട്ടുണ്ട്. ആ ടീമിൻ്റെ അന്വേഷണമാണ്. അദ്ദേഹം ദുബായിൽ നിന്ന് എത്തിയ വഴി, അതിനുശേഷം അദ്ദേഹം നടത്തിയ യാത്രകൾ, അദ്ദേഹത്തിൻ്റെ ഫോൺ ഇടപാടുകളടക്കം പരിശോധിക്കുന്നു. ഇൻ്റർനെറ്റ് കോളുകളടക്കം അദ്ദേഹം നടത്തിയിട്ടുണ്ട് എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. എന്താണ് ഈ പ്രധാനപ്പെട്ട നീക്കം എന്നതാണ് സുപ്രധാനമായ കാര്യം. നവമി ദിനേശ് കൊച്ചിയിൽ നിന്നുണ്ട്. നവമി, കർണാടക പോലീസിൻ്റെ SIT സുപ്രധാനമായ അന്വേഷണമാണ് നടത്തുന്നത്. എങ്ങനെ CJ റോയ് മരിക്കാൻ തീരുമാനിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. എന്താണ് അന്വേഷണ സംഘം നടത്തുന്ന നീക്കങ്ങൾ? എന്തെങ്കിലും സുപ്രധാനമായ കണ്ടെത്തലിലേക്ക് ഇത് കടന്നിട്ടുണ്ടോ? സജിത്ത്, ഈ CJ റോയിയുടെ മരണത്തിൽ ആദ്യം ഒരുപാട് ദുരൂഹതകൾ ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് തന്നെ ഒരു ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തുകയും ചെയ്തു. അതോടുകൂടി അദ്ദേഹം നേരത്തെ ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച വ്യക്തിയാണ് എന്നൊരു നിഗമനത്തിലേക്ക് എത്തുകയും ചെയ്തു. തുടക്കത്തിൽ കുടുംബം വലിയ ആരോപണം ഉന്നയിച്ചുവെങ്കിൽ പോലും പിന്നീട് പതിയെ SITയുടെ അന്വേഷണത്തിൽ തൃപ്തിയുണ്ടെന്ന നിലയിലേക്കുള്ള നിലപാട് മാറ്റവും കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. അപ്പോഴുമുള്ള ചോദ്യം ഇതാണ്: ഒരു കടബാധ്യതയുമില്ലാതെ ഈ തന്റെ ബിസിനസ് സാമ്രാജ്യത്തിൽ മറ്റു ഉലച്ചിലുകളൊന്നുമില്ലാതെ ഇരുന്നൊരു വ്യക്തി എന്തിനാണ് ആത്മഹത്യ ചെയ്യുന്നത്? അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ നേരത്തെ തന്നെ കരുതി കൂട്ടിയത് എന്തിനാണ് എന്ന ചോദ്യമാണ് ഇപ്പോഴും ബാക്കിയാകുന്നത്. കർണാടക SIT സംഘം ആ അന്വേഷണം ഊർജിതമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും ഒടുവിലായി ഇതിൽ റോയിയുടെ ഡ്രൈവറുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി. അത് അദ്ദേഹം ദുബായിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് വന്ന ദിവസത്തെ കാര്യങ്ങളായിരുന്നു ഈ ഡ്രൈവറോട് ചോദിച്ചറിഞ്ഞത്. അദ്ദേഹം SIT സംഘത്തിന് നൽകിയ മൊഴി അനുസരിച്ച് അദ്ദേഹം വരുന്ന സമയത്ത് വലിയ സന്തോഷവാനായിരുന്നു. മറ്റ് ടെൻഷൻ ഉണ്ടായതായോ അല്ലെങ്കിൽ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റമുള്ളതായിട്ടോ ഒന്നും തോന്നിയില്ല. അദ്ദേഹം 2 ലഗേജുമായിട്ടാണ് വന്നിരുന്നത്. അതിൽ ഏകദേശം 200 ജോഡി വസ്ത്രങ്ങളും 10 ബ്രാൻഡഡ് ഷൂകളും ഉണ്ടായിരുന്നു. 2 ബാഗുകളിലായി 2 കാറുകളാണ്, 2 ലക്ഷറി കാറുകളാണ് എയർപോർട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്. ഒന്നിൽ ഈ ലഗേജുകൾ വെക്കുകയും മറ്റൊന്നിൽ അദ്ദേഹം ഹോട്ടലിലേക്ക് പോകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ബംഗളൂരുവിലെ തന്നെ ഒരു ഹോട്ടലിലേക്കാണ് ഈ ഡ്രൈവർ ഇറക്കി വിട്ടത്. ഈ ബംഗളൂരുവിലെ വീട്ട് റിനോവേഷൻ നടക്കുന്നതിനാൽ അദ്ദേഹം സ്വകാര്യ ഹോട്ടലുകളിലാണ് കുറച്ച് നാളുകളായി താമസിച്ചുകൊണ്ടിരുന്നത്. കുടുംബം ദുബായിലാണ് താമസിക്കുന്നത്. അതിൽ ദിവസ വാടകയായി 75,000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെയാണ് ആ ഹോട്ടലിൽ അദ്ദേഹം ബില്ലടച്ചുകൊണ്ടിരുന്നത്. അതോടൊപ്പം തന്നെ ഈ ഹോട്ടലിലെത്തിയ അന്വേഷണ സംഘം അവിടുത്തെ CCTV ദൃശ്യങ്ങളടക്കം നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഹോട്ടലിലെ ചില ബുക്കുകളും, അതായത് അദ്ദേഹത്തെ കാണാൻ ആരൊക്കെയാണ് വന്നത്, കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ അദ്ദേഹം താമസിച്ച കാലയളവിൽ അദ്ദേഹത്തെ കാണാൻ ആരൊക്കെ വന്നു, അതിൻ്റെ ഈ ഹോട്ടലിലെ ബുക്കും അതോടൊപ്പം തന്നെ CCTV ദൃശ്യങ്ങളും ഹാജരാക്കണമെന്ന് ഹോട്ടൽ ഉടമകളോട് ആവശ്യപ്പെടുകയും ചെയ്തു. മറ്റൊന്ന്, ഈ റൂം പേയ്മെന്റിലെ വിവരങ്ങൾ മറ്റാർക്കെങ്കിലും വേണ്ടി അദ്ദേഹം റൂം എടുത്ത് നൽകിയിരുന്നു. അതോ അദ്ദേഹം ഒറ്റയ്ക്ക് തന്നെയായിരുന്നു അവിടെ താമസിച്ചത്? വന്നവർ എത്ര ദിവസത്തേക്കാണ് വന്ന് അദ്ദേഹത്തിനോടൊപ്പം താമസിച്ചത്? അതോ ചെറിയൊരു സന്ദർശകർ മാത്രമായിരുന്നു? ഇതെല്ലാം SIT സംഘത്തിന് വിശദമായി അറിയേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ റോയുടെ ഫോൺ കോളുകൾ SIT സംഘം പരിശോധിച്ചു. ആ പരിശോധനയിൽ നിന്നും ഈ ഇന്റർനെറ്റ് കോൾ ഒരുപാട് അദ്ദേഹം ചെയ്തിരുന്നു എന്ന് മനസ്സിലായി. പക്ഷെ അത് നമുക്കറിയാം, സാധാരണ ഇന്റർനെറ്റ് കോളുകൾ ആരെയാണ് വിളിക്കുന്നതെന്ന് കണ്ടെത്തുന്നതിന് അല്പം ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘം അതിന്റെ IP അഡ്രസ്സുകൾക്ക് വേണ്ടിയിട്ടുള്ള നീക്കം, അതായത് ഈ സൈബർ സെല്ലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് അദ്ദേഹം റോയ് വിളിച്ച കോളുകൾ, ഈ ഇന്റർനെറ്റ് കോളുകളിലെ IP അഡ്രസ്സുകൾ ഒന്ന് കണ്ടെത്തി തരുന്നതിന് വേണ്ടിയിട്ട് ഈ സഹായം തേടിയിട്ടുണ്ട്. ആ രീതിയിലേക്ക് ആ IP അഡ്രസ്സുകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്കായിരിക്കും ഇനി നടക്കുക. ആരെയാണ് അദ്ദേഹം ഇന്റർനെറ്റ് കോൾ വഴി വിളിച്ചതെന്ന് അറിയേണ്ടതാണ് അന്വേഷണ സംഘത്തിന്റെ അടുത്ത ലക്ഷ്യം. അതോടൊപ്പം തന്നെ ഈ അതിനു വേണ്ടിയിട്ട് ഈ
സൈബർ ഉദ്യോഗസ്ഥരോട് അതിന്റെ സഹായവും തേടിയിട്ടുമുണ്ട്. കുടുംബത്തോടും SIT സംഘം ആവശ്യപ്പെട്ടത് അദ്ദേഹത്തിന്റെ ഓഫീസിലെ പ്രധാനപ്പെട്ട രേഖകൾ, വീട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള രേഖകളുണ്ടോ, ഇതെല്ലാം തന്നെ SIT സംഘത്തിന് മുന്നിൽ ഹാജരാക്കുവാനും കുടുംബത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ രേഖകൾ സമർപ്പിക്കുവാനും കുടുംബത്തോട് SIT സംഘം നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണത്തിലേക്കായിരിക്കും മുന്നോട്ട് പോകുന്നത്. ഈ SIT സംഘം ഉറച്ചു പറയുന്നത്, തുടക്കം മുതൽ പറയുന്നത്, ഈ IT ഉദ്യോഗസ്ഥരുടെ അടക്കം മൊഴിയെടുത്തിരുന്നു. അന്ന് റോയുടെ ഓഫീസിൽ നടത്തിയ റെയ്ഡിലെ ആദായ നികുതി ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുത്തതിൽ നിന്നും അവർ പറയുന്നത് തങ്ങൾ ഒരു വിധത്തിലുള്ള സമ്മർദ്ദവും റോയിക്ക് മേൽ ഉന്നയിച്ചിരുന്നില്ല. റോയിയോട് ഇതിന്റെ തങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള രേഖകൾ ഹാജരാക്കുക എന്ന് മാത്രമാണ് പറഞ്ഞിരുന്നത്. അദ്ദേഹത്തിനെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന രീതിയിലേക്കുള്ള ഒരു സമ്മർദ്ദവും ഉണ്ടായിട്ടില്ല എന്നാണ് IT ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇത് തന്നെയാണ് SIT ആവർത്തിക്കുന്നത്. ഈ IT ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുത്തതിൽ നിന്നും റോയിക്ക് മേൽ സമ്മർദ്ദമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഈ അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. പിന്നെ എന്തിനാണ് റോയി ആത്മഹത്യ ചെയ്യുന്നത് എന്നതാണ് ഇപ്പോഴും ബാക്കിയാകുന്ന ചോദ്യം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണ സംഘമാണ് SIT സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഡ്രൈവറുടെ മൊഴിയെടുത്തു. ഡ്രൈവർ പറയുന്നത് റോയിക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. അതായത് ഈ ദുബായിൽ നിന്നും ബംഗളൂരിലേക്ക് വരുന്ന വേളയിൽ താൻ റൂമിലേക്ക് കൊണ്ടാക്കുന്നതുവരെ, ഹോട്ടൽ മുറിയിലേക്ക് കൊണ്ടുപോകുന്നതുവരെ റോയിയുടെ മുഖഭാവത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ടെൻഷൻ ഉണ്ടായിട്ടോ തോന്നിയിട്ടില്ല. തന്നോട് സ്വാഭാവികമായും സംസാരിക്കുന്നത് പോലെ വളരെ സന്തോഷത്തോടുകൂടി തന്നെയാണ് സംസാരിച്ചതെന്നാണ് ഡ്രൈവർ മൊഴി നൽകിയിരിക്കുന്നത്. ഒപ്പം ഹോട്ടൽ മുറിയിലെ CCTV ദൃശ്യങ്ങളടക്കം ഹാജരാക്കണമെന്നാണ് ഹോട്ടൽ ഉടമകളോട് SIT സംഘം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം കുടുംബത്തോടും ചില രേഖകൾ, ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട റോയിയുടെ കുറച്ച് കാര്യങ്ങൾ, ഈ റോയി കഴിഞ്ഞ കുറച്ച് നാളുകളായി നടത്തിയ ബിസിനസ് ഇടപാടുകളുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കുവാനും കുടുംബത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും കുടുംബമടക്കം ദുബായിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. അവരോട് എത്രയും വേഗം ഈ രേഖകൾ ഹാജരാക്കാനാണ് അന്വേഷണ സംഘം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും റോയി ആത്മഹത്യ ചെയ്യാൻ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് SITയും വ്യക്തമാക്കുന്നത്. ആത്മഹത്യാ കുറിപ്പിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. തന്റെ വിദേശത്തുള്ള ബിസിനസ് ഇടപാടുകളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പോലും റോയി തന്റെ ആത്മഹത്യാ കുറിപ്പിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതൊക്കെ എന്താണ്? മറ്റേതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ബാധ്യതയോ സമ്മർദ്ദമോ റോയിക്ക് മേൽ ഉണ്ടായോ എന്നുകൂടിയാണ് അന്വേഷണ സംഘം ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്.